പെന്തക്കോസ്ത് കരിസ്മാറ്റിക് ദൈവവിശ്വാസികൾ ദയവായി ഈ വീഡിയോ കാണണം. ഇതൊരു പരിശുദ്ധാത്മാഭിഷേക പകർച്ചയല്ല, പകരം അസന്മാർഗിക പ്രവൃത്തികൾക്ക് പേരുകേട്ട ഓഷോ സന്യാസത്തിന്റെ ഒരു നേപ്പാളി പിൻഗാമിയുടെ യോഗമാണ്. ഇതിൽ നിന്ന് എന്ത് പഠിക്കാം? സംഗീതസാന്ദ്രമായ മതപരമായ യോഗങ്ങളിൽ ഭക്തി പൂണ്ട് വികാരഭരിതരാകുക, അതിശക്തമായ അനുഭൂതിയിൽ മനം മറന്ന് കരയുക, ബോധം കെട്ടു വീഴുന്ന വിവശതയിലാകുക, ഇവയൊന്നിനും പരിശുദ്ധാത്മാവിന്റെ ഒരു ആവശ്യമില്ല എന്നും ദുരാത്മാവിനും ഇതെല്ലാം നൽകാൻ കഴിയുമെന്നും നാം മനസ്സിലാക്കണം. എന്നാൽ ഇന്ന് ഈ മേൽ പറയുന്നവയാണ് പല വിശ്വാസികളും അഭിഷേകത്തിന്റെ തർക്കമില്ലാത്തതും ഒഴിച്ചുകൂട്ടുവാൻ കഴിയാത്തതുമായ ലക്ഷണങ്ങളെന്ന് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ഒരു യോഗത്തിൽ ഈ പറഞ്ഞ വൈകാരികത വെളിപ്പെട്ടാൽ അത് നിസ്സംശയം പരിശുദ്ധാത്മാവാണെന്ന് നിഷ്കളങ്കമായി വിശ്വസിക്കുന്നവരാണ് നമ്മിൽ പലരും. പക്ഷേ ഇവ വ്യാജ ആത്മാവിനും പ്രവർത്തിക്കുവാൻ കഴിയുമെന്നറിഞ്ഞ് നാം വിവേകികളാകണം. പരിശുദ്ധാത്മാവിന്റെ നിർവ്യാജവും നിസ്സംശയവുമായ ഏകലക്ഷണം അവൻ ഉളവാക്കുന്ന വിശുദ്ധ ജീവിതമാണ്. വ്യക്തിപരമായ നടപ്പിൽ, വിശേഷാൽ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ പാപത്തിന്റെ മേൽ ജയം നൽകാത്ത എല്ലാ ആത്മവിവശതയും വ്യാജ അഭിഷേകമാണെന്ന് നാം മനസ്സിലാക്കണം. മാനുഷിക മതം നമ്മെ പഠിപ്പിച്ച എല്ലാ ഇളക്കപ്പെരുപ്പങ്ങളും വിട്ടുമാറി ദൈവവചനം ഉപദേശിക്കുന്നതും അപ്പോസ്തോലിക സഭ അനുഭവിച്ചതുമായ യഥാർത്ഥ പെന്തക്കോസ്ത് അഭിഷേകത്തിനും അനുഭവത്തിനുമായി നമുക്ക് വിശുദ്ധിയുടെ സത്യ ആത്മാവിനെ കാംക്ഷിക്കാം.